ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മളതിൽ ഫസ്റ്റ് വൺ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽട്ടപ്പ് ഏരിയ കാൽക്കുലേഷനാണ്. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു രണ്ട് കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ. എന്താണ് സബ്സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയുള്ള പോർഷനാണ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച്. ഗ്രൗണ്ട് ലെവലിലെ താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന പോർഷനാണ് സബ്സ്ട്രക്ചർ. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലുള്ള പോർഷനാണ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന പോർഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്മെൻറ്റ്, പ്ലിന്ത്, വാൾസ്, വിൻഡോസ്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഏരിയ കാൽക്കുലേഷനാണ്. ഏരിയ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചധികം ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഏരിയ അതിന് പറയുന്നതാണ് പ്ലോട്ട് ഏരിയ. അതുപോലെ തന്നെ ബിൽട്ടപ്പ് ഏരിയ, ആ ബിൽഡിങ്ങിൻ്റെത്, അതായത് പ്ലിന്ത് ഏരിയ, പിന്നെ കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ, ഇതെല്ലാം ബിൽഡിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഏരിയസാണ്. നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽട്ടപ്പ് ഏരിയ ആണ്. നമ്മളത് ചെയ്യുന്നത് പുറത്തൊരു ഔട്ട്സൈഡ് ഒരു സ്പോർട്സ് പവലിയൻ ഉണ്ട്, കോളേജിൻ്റെ തന്നെയാണ്. നമ്മൾ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഒരു 10 മീറ്റേഴ്സ് നീളമുള്ളൊരു ടേപ്പ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിൽട്ടപ്പ് ഏരിയ എടുക്കാൻ പോകുന്ന ബിൽഡിങ്. ഇതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 മീറ്റേഴ്സിൻ്റെ ഒരു ടേപ്പാണ്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റിങ്സും കൂടെ കൂട്ടിയിട്ട് വേണം, ഇങ്ങനെ വെച്ചിട്ട് വേണം പിടിക്കാൻ. ഒരു കാരണവശാലും ടേപ്പ് ഇങ്ങനെ തിരിച്ചോ അതുപോലെ ഇങ്ങനെ ലാഗ് ചെയ്തൊന്നും പിടിക്കരുത്. എപ്പോഴും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വേണം പിടിക്കാൻ അളവെടുക്കുന്ന സമയത്ത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തിരിച്ചു പിടിച്ച മറ്റേ ദൂരം എടുക്കട്ടെ കേട്ടോ. ആ, ഓക്കെ. ഈ ഭിത്തി വരെ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഈ ലെവലിലാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഏരിയ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഒരു 4 സൈഡ് ഉണ്ട്. 4 സൈഡും ഇതുപോലെ അളവെടുക്കണം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യണം. നിങ്ങളൊക്കെ എങ്ങനെ മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഒരു ബിൽഡിങ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ ഇങ്ങനെ അളവെടുക്കലും മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമ്മളെന്താ പറയുക, മോശം ചുമ്മാ അവിടെ ഇവിടെ ഇട്ട് കേടുവരുത്തരുത്. സൂക്ഷ്മതയോടെ തന്നെ, ടേപ്പ് മാത്രമല്ല ലാബിലെ ഏത് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ.